ഫുള്ളി വില്ലനിസം. വേറെ ഒരു പരിപാടിയില്ല, വില്ലൻ മാത്രം. ഞാൻ വില്ലൻ മാത്രമേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ ഒരുപാട് പോസിറ്റീവ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, പക്ഷെ ഞാൻ ചെയ്യില്ല. താല്പര്യമില്ല. നായകനായിട്ടുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്, പിന്നെ അതേപോലെ മറ്റു ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വില്ലൻ ക്യാരക്ടർ മാത്രം ഫോക്കസ് ചെയ്യാണ്. തുടക്കം തന്നെ വില്ലനായിട്ടായിരുന്നു. അപ്പോൾ അവാർഡ് കിട്ടിയിട്ട് 2010 ഫസ്റ്റ് പടത്തിൽ തന്നെ എനിക്ക് അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് വില്ലനായിട്ട് തന്നെ നീങ്ങാനുള്ളതാണ്. ഒരു പാൻ ഇന്ത്യൻ വില്ലൻ എന്നൊക്കെ പറയും. അതെ, ഇപ്പൊ എല്ലാ പടവും പാൻ ഇന്ത്യൻ ആയതുകൊണ്ടാണ് പറയാം. മാക്സിമം എല്ലാ അങ്ങനത്തെ ക്യാരക്ടർ മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ പോലും. ഇപ്പോൾ താടി പഠിക്കണം, ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ഉണ്ട്, നല്ല ക്യാരക്ടറാണെന്നൊക്കെ പറഞ്ഞു. താടി പഠിക്കുന്ന പ്രശ്നമില്ല, പക്ഷെ വില്ലൻ ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യുന്നത് നല്ലതാണെന്ന് താല്പര്യമില്ല. വളരെ ക്രൂരമായിട്ട് എന്നെ കൊല്ലണം പടത്തില്, എന്നാലേ ഞാൻ പടം ചെയ്തുള്ളൂ. അതാണ് പ്രത്യേകത. എല്ലാ പടത്തിലും വളരെ ക്രൂരമായിട്ടാണ്. ഇപ്പോൾ അഖണ്ഡയിലൊക്കെ തലവെട്ടി കൊന്ന പോലെ എല്ലാ പടത്തിലും മാക്സിമം ക്രൂരമായിട്ടാണ് എന്നെ കൊല്ലുന്നത്. ഞാൻ ഡയറക്ടറോട് ചോദിക്കും, എന്നെ അങ്ങനെ നായകന്റെ കൈ കൊണ്ട് എനിക്ക് അങ്ങനെ ചാവാനുള്ള യോഗം ഉണ്ടോ പടത്തിൽ, അങ്ങനെയാണെങ്കിൽ ചെയ്യാം. അല്ലാതെ ക്യാരക്ടർ നന്നാവുക, മാപ്പ് പറഞ്ഞ് നന്നാവുക, അങ്ങനത്തെ ക്യാരക്ടർ ഒന്നും ചെയ്യുന്നില്ല. അതെ 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 അതെ. അപ്പൊ അങ്ങനെ ക്യാരക്ടർ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. തെലുങ്കുന്നുണ്ടായിരുന്നു. അതെ 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 അതെ. പിന്നെ ഈ പ്രൊജക്ടുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ വർഷം 3 പടം ചെയ്തു. ഗ്യാപ്പ് മാത്രമല്ല, ആ പുറലോകമായിട്ടുള്ള മൊത്തം കണക്ഷൻ പോകും. ഇല്ലില്ല. പിന്നെ ഇപ്പോ ഞാൻ പറഞ്ഞില്ല, അത് ആ സമയത്ത് എനിക്കൊരു ഫ്രീ ടൈം ഉണ്ടായിരുന്നു, പിന്നെ പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബിഗ് ബോസ് പോയതാണ്. അത്രേ ഉള്ളൂ.